നിങ്ങളൊരു പക്ഷേ ഒരു സാധാരണമായ വിശ്വാസിയായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനായിരിക്കാം. ഏതായാലും ദൈവത്തിൻ്റെ വചനം നമ്മളിലേവരെയും കൽപ്പിക്കുന്നത് നമ്മൾ സുവിശേഷം അറിയിക്കണം, സുവിശേഷത്തെ പ്രസംഗിക്കണം. പലരും ഈ കാലത്ത് സുവിശേഷത്തെ പ്രസംഗിക്കുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. എന്നാൽ ദുഃഖമായ ഒരു കാര്യം, പലരും അറിയിക്കുന്ന പ്രസംഗിക്കുന്ന ആ സന്ദേശം വ്യാജമായൊരു സന്ദേശമാണ്. വ്യാജമായൊരു സുവിശേഷത്തെയാണ് അവർ പ്രസംഗിക്കുന്നത്, സത്യമായ സുവിശേഷത്തെ അല്ല. അതുകൊണ്ട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സുവിശേഷത്തിന്റെ ആ സന്ദേശം വാസ്തവമായി എന്താണെന്ന് നമുക്ക് മനസ്സിലാകേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് വരിക, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് കാണാം സുവിശേഷത്തിന്റെ സന്ദേശം വാസ്തവമായി എന്താണെന്ന്. സുവിശേഷം എന്ന ആ പദത്തിന്റെ അർത്ഥം തന്നെ സദ്വർത്തമാനം, ഇല്ലെങ്കിൽ നല്ലൊരു വാർത്ത, സന്തോഷകരമായ ഒരു സന്ദേശം എന്നാണ്. ഈ സന്ദേശത്തിന്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ദൈവവും മനുഷ്യനും ഇടയിലുള്ള ആ ബന്ധത്തിന്റെ കുറിച്ചാണ്. ദൈവവചനം നമ്മോട് അറിയിക്കുന്നത് ദൈവം ആദിയിൽ മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിൽ, തൻ്റെ ഛായയിൽ ഉണ്ടാക്കിയതാണ്. ദൈവം അപ്പോൾ നമ്മുടെ ആദ്യത്തെ മാതാപിതാക്കളെ ഉണ്ടാക്കി. അവരുടെ പേർ ആദാമും ഹവയും എന്ന് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയും. അവരുടെ അകത്ത് ഒരു പാപവും ഇല്ലായിരുന്നു, ഒരു ദോഷവും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ സൃഷ്ടിതാവായ ആ ദൈവത്തോടു കൂടെ, ആ പരിശുദ്ധനായ വിശുദ്ധനായ ആ ദൈവത്തോടു കൂടെ അവർക്ക് ഒരു അടുപ്പമായ ഒരു ബന്ധമുണ്ടായിരുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ അവരുടെ അകത്ത് പാപമില്ലായിരുന്നു. എന്നാൽ ഒരു സമയം വന്നു, അവർ ദൈവത്തിൻ്റെ വിരുദ്ധമായി പാപം ചെയ്തു. ദൈവകൽപ്പനയെ അവർ ലംഘിച്ചു. അങ്ങനെ അവർ പാപത്തിൽ വീഴുവാൻ ഇടയായി. അങ്ങനെ വീണതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ മുൻപാകെ പാപികളായി, ദോഷികളായി. അവർ ദൈവത്തിൻ്റെ ആ ഒരു ബന്ധമുണ്ടായിരുന്നല്ലോ, ആ ബന്ധം അവർക്ക് നഷ്ടപ്പെട്ടു. അടുപ്പമായ ആ ബന്ധം നഷ്ടപ്പെട്ടു. ദൈവത്തിൽ നിന്ന് അവർ അകന്നു, അവർ വേർപെട്ടു. ആ ആദാമും ഹവയും മൂലമായാണ് നമ്മളും ഈ ഭൂലോകത്തിൽ ജനിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനം നമ്മോട് അറിയിക്കുന്നത് അവർക്ക് എങ്ങനെ ആ ബന്ധം നഷ്ടപ്പെട്ടോ, നമ്മുടെയും ആ ബന്ധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തോടുള്ള ആ ബന്ധം നമ്മളുടെ ജീവിതത്തിൽ ഇല്ലാതെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് മാത്രമല്ലാതെ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മൾ പാപികളായിരിക്കുന്നത് കൊണ്ട് നമ്മൾ എല്ലാവരും, നമ്മുടെ മുൻപാകെ ഒരു ശിക്ഷയുണ്ട്. ആ ശിക്ഷ കർത്താവിൻ്റെ വചനം പറയുന്നത് നിത്യ നരകമാണ്. ആ നിത്യ നരകത്തിൽ കാലത്തും കെടാത്ത ആ തീയിൽ നമ്മൾ വെന്തുരുകേണ്ട അവസ്ഥയിൽ നമ്മൾ പോകേണ്ടിവരാണ്. ആ ഒരു ശിക്ഷ നമ്മുടെ മുൻപാകെ ഉണ്ട്. ആ ഒരു പ്രമാദം, ആ ഒരു ഡേഞ്ചർ നമ്മുടെ മുൻപാകെ ഉണ്ട്. ആ ഒരു പ്രമാദത്തിൽ നിന്ന്, ആ ഒരു അപായത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. നമ്മെ തന്നെ രക്ഷിക്കുവാൻ നമുക്ക് കഴിയുന്നതല്ല. നമ്മൾ മുഴുവനായി നിസ്സഹായികളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സദ്വർത്തമാനം, നല്ലൊരു വാർത്ത എന്തെന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ സ്നേഹിച്ച് താനെ നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ ഒരു പദ്ധതി രചിച്ചു, ഒരു പദ്ധതി ഉണ്ടാക്കി. അതാണ് സുവിശേഷത്തിൻ്റെ സന്ദേശം. അതിനെക്കുറിച്ച് നമ്മൾ ദൈവവചനത്തിൽ പലയിടത്തും നമുക്ക് വായിച്ചു മനസ്സിലാക്കുവാൻ കഴിയും. അതിനെക്കുറിച്ച് ഒരു വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം, അതിൻ്റെ 18-ാമത്തെ വാക്യം. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇവിടെ ദൈവവചനം നമ്മോട് അറിയിക്കുന്നത് ക്രിസ്തു മൂലമാണ് നമ്മെ ദൈവത്തോട് നിരപ്പിച്ചത്. ആ നിരപ്പിൻ്റെ സന്ദേശമാണ് സുവിശേഷം. അതാണ് സദ്വർത്തമാനം. അതുകൊണ്ട് ഈ സദ്വർത്തമാനത്തെ നമ്മൾ ആൾക്കാരോട് അറിയിക്കുന്നതിന് മുമ്പ് അവരെ തയ്യാറാക്കുന്നത് വളരെ ആവശ്യമാണ്. അവരുടെ മനസ്സെ നമ്മൾ തയ്യാറാക്കണം. ആദ്യം അവർ മനസ്സിലാക്കണം
ദൈവമാണ് നമ്മെ ഉണ്ടാക്കിയത്. ആ ദൈവത്തിന്റെ മുൻപാകെ നമ്മൾ പാപികളാണ്, ദോഷികളാണ്. നമ്മൾ ദൈവത്തോടുള്ള ആ ബന്ധമില്ലാതെ ഇരിക്കുന്നു, ദൈവത്തിൽ നിന്ന് അകന്ന ഒരു അവസ്ഥയിലായിരിക്കുന്നു. അതല്ലാതെ ദൈവത്തിൽ നിന്ന് ആ ശിക്ഷ പ്രാപിക്കേണ്ടതായ യോഗ്യരാകിയിരിക്കുന്നു. നമ്മുടെ മുൻപാകെ ആ നരക തീയുണ്ട്, നിത്യ നരകം നമ്മുടെ മുൻപാകെ ഇരിക്കുകയാണ്. ആ വലിയൊരു ശിക്ഷയിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ യാതൊരു മനുഷ്യനും കഴിയുന്നതല്ല. നമ്മെ തന്നെ നാം രക്ഷിക്കുവാൻ കഴിയുന്നതല്ല. ദൈവം തന്നെയാണ് നമ്മെ രക്ഷിക്കാൻ ശക്തനായിരിക്കുന്നത്. അപ്പോൾ രക്ഷയുടെ ആവശ്യം അവർക്ക് മനസ്സിലാകണം. നമുക്കൊരു രക്ഷകൻ വേണം, എനിക്കൊരു രക്ഷകൻ ആവശ്യമാണ്, എനിക്ക് രക്ഷ ആവശ്യമാണെന്ന് ഒരു ബോധ്യം അവരുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. അതിന് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ സുവിശേഷം പറയാവൂ. അതുകൊണ്ട് ആദ്യം അവരോട് പറയേണ്ടത് ദൈവത്തിനെ കുറിച്ചാണ്, ദൈവം ആരാണെന്നാണ്. അതിനുവേണ്ടി ദൈവവചനത്തിൽ നിന്ന് ഒരു സുപരിചിതമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം, ഉൽപ്പത്തി ആദ്യത്തെ അധ്യായം, ആദ്യത്തെ വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവം ഒരുവനാണ്, ദൈവങ്ങൾ അല്ല, ദൈവം എന്നാണ് ഇവിടെ വായിക്കുന്നത്. അപ്പോൾ ദൈവം ഒരുവൻ മാത്രമാണ്, അവൻ മാത്രമാണ് ഏക സത്യ ദൈവം, അവൻ അല്ലാതെ വേറൊരു ദൈവമില്ല. അത് മാത്രമല്ല, ഈ വാക്യം നമ്മോട് അറിയിക്കുന്നത് ആ ദൈവം ഒരു സൃഷ്ടിയല്ല, അതിന് നേരെ മറിച്ച് സകലത്തെയും ശൂന്യത്തിൽ നിന്ന് ഉണ്ടാക്കിയ സൃഷ്ടിച്ച സൃഷ്ടിതാവാണ് ദൈവം. ഈ ദൈവത്തിൻ്റെ മുൻപാകെ അവർ പാപികളാണ് എന്ന് നമുക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ അവരോട് പാപത്തിൻ്റെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കണം, പാപത്തിൻ്റെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. ദൈവവചനത്തിൽ നിന്ന് അവരോട് പാപത്തിൻ്റെ കുറിച്ച് ശക്തമായി നമ്മൾ പ്രസംഗിക്കണം. അതിനുവേണ്ടി ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 3-ാമത്തെ അധ്യായം, അതിൽ 23-ാമത്തെ വാക്യം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പോൾ എല്ലാവരുടെ അകത്തും പാപമുണ്ടെന്നാണ് ദൈവവചനം നമ്മോട് വളരെ സ്പഷ്ടമായിട്ട് നമ്മോട് അറിയിക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാകണം, നമ്മൾ നല്ലവരല്ല, ദൈവത്തിൻ്റെ മുൻപാകെ നമ്മളിൽ ഓരോരുവരും നല്ലവരല്ല, നമ്മൾ എല്ലാവരും പാപികളാണ്. നമ്മുടെ മുൻപാകെ ആ തീപ്പൊയ്ക നിൽക്കുകയാണ്, നമ്മുടെ മുൻപാകെ ആ നിത്യ നരകം, നിത്യ ശിക്ഷാവിധി നമ്മുടെ മുൻപാകെ നിൽക്കുകയാണ്. നമുക്കൊരു വീണ്ടെടുപ്പ് ആവശ്യമാണ്, നമുക്കൊരു രക്ഷ ആവശ്യമാണ്. എനിക്കൊരു രക്ഷകൻ വേണം, ഞാൻ രക്ഷിക്കപ്പെടേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു നിലവിളി, അങ്ങനെ ഒരു ആവശ്യത്തിൻ്റെ ഒരു ബോധ്യം അവരുടെ അകത്ത് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ നമ്മൾ പാപത്തിനെ കുറിച്ച് അവരോട് പ്രസംഗിക്കുമ്പോൾ, അറിയിക്കുമ്പോൾ, പരിശുദ്ധാത്മാവായ ദൈവം തന്നെയാണ് അവരുടെ അകത്ത് പാപബോധ്യം ഉണ്ടാക്കുന്നത്. പാപബോധം അവരുടെ അകത്ത് ഉണ്ടാക്കിയ ശേഷം അവർക്ക് ഒരു രക്ഷയുടെ ആവശ്യം അവർക്ക് ബോധ്യപ്പെടും. എനിക്കൊരു രക്ഷകൻ വേണം, എനിക്കൊരു രക്ഷ ആവശ്യമാണെന്ന് കർത്താവിൻ്റെ ആത്മാവ് അവരുടെ അകത്തിൽ ബോധ്യത്തെ ഉളവാക്കും. അതിനുശേഷമാണ് നമ്മൾ സദ്വർത്തമാനത്തെ അവരോട് അറിയിക്കുന്നത്. നിങ്ങളെ രക്ഷിക്കുവാൻ ദൈവം തന്നെ നിങ്ങളെ സ്നേഹിച്ച്, നിങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നിങ്ങളെ എത്രയോ സ്നേഹിച്ച് ഒരു പദ്ധതിയെ ഉണ്ടാക്കി. അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ക്രിസ്തു മൂലം എങ്ങനെയാണ് രക്ഷ ലഭിക്കുന്നത്, ആ സദ്വർത്തമാനത്തെ അവരോട് അറിയിക്കുക. അതിനെക്കുറിച്ച് ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ, റോമാലേഖനം 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഇവിടെ നമ്മളെ ദൈവം എപ്പോഴാണ് സ്നേഹിച്ചത്? നമ്മൾ മാനസാന്തരപ്പെട്ടപ്പോൾ അല്ല, നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെയാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്. ദൈവം നമ്മെ സ്നേഹിച്ച് നമ്മെ രക്ഷിക്കുവാൻ ഒരു പദ്ധതി ഉണ്ടാക്കി. ആ പദ്ധതി എന്താണ്?
ഏകദേശം 2000 കൊല്ലം മുൻപ് ദൈവം ഈ ഭൂലോകത്തിൽ മാനവരൂപം ധരിച്ച് ഈ ഭൂലോകത്തിൽ വന്ന് നമുക്ക് കിട്ടേണ്ട ആ ശിക്ഷ തൻ്റെ മേൽ എടുത്തു. നമ്മുടെ പാപങ്ങൾ തൻ്റെ മേൽ എടുത്തു. അങ്ങനെ എടുത്തിട്ട് ക്രൂശിന്മേൽ യാഗമായി തൻ്റെ ജീവനെ അർപ്പിച്ചു. അവളുടെ യാഗം മൂലം നമുക്ക് രക്ഷ ഇന്ന് സാധ്യമാണ്. അതാണ് സദ്വർത്തമാനം. അതാണ് ക്രിസ്തു ചെയ്ത ആ മഹാകാര്യം. ഇവിടെ നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 10ാമത്തെ വാക്യം വായിക്കുന്നത്, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ. ഇവിടെ നമ്മൾ വായിക്കുന്നത്, നമുക്ക് നിരപ്പ് വന്നത് എങ്ങനെയാണ്? അവൻ്റെ പുത്രൻ്റെ മരണത്തിൻ്റെ മൂലമാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണം മൂലമാണ് നമുക്ക് ദൈവത്തോട് നിരപ്പ് സാധ്യമായത്. അതുകൊണ്ട് ആ നിരപ്പിൻ്റെ സദ്വർത്തമാണ് സുവിശേഷത്തിൻ്റെ സന്ദേശം. അതുകൊണ്ട് ആ സന്ദേശത്തെയാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. അത് മാത്രമല്ല, കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് മാത്രമല്ല, അവൻ മരിച്ച ശേഷം കുഴിച്ചിടപ്പെട്ടു. അതിനുശേഷം 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. അതിനെക്കുറിച്ച് നമ്മൾ 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം അതിൽ 3-4 വാക്യങ്ങളിൽ വായിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇവിടെ നമ്മൾ കാണുന്നത്, അവൻ നമുക്ക് വേണ്ടി മരിച്ചത് മാത്രമല്ല, അടക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ കർത്താവിനെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കണം. അവൻ മൂലം മാത്രമാണ് രക്ഷ സാധ്യം. നമ്മളിൽ എല്ലാവരും രക്ഷ ആവശ്യമുള്ളവരാണ്. ഈ രക്ഷ ദൈവത്തിൽ നിന്ന് ഒരു സൗജന്യമായ ഒരു ദാനമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ കർമ്മങ്ങളിൽ ഇതിൽ ഒരു കാര്യവുമില്ല. നമ്മുടെ കർമ്മങ്ങളല്ല, നമ്മുടെ യോഗ്യതയല്ല, നമ്മുടെ അർഹതയല്ല. ഇത് മുഴുവനും പൂർണ്ണമായി ദൈവത്തിൻ്റെ ദാനം മാത്രമാണ്. കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 8-9 നമ്മൾ വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ഇവിടെ നമ്മൾ കാണുന്നത്, പ്രവൃത്തികളാലല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ് ഈ രക്ഷ നമുക്ക് നൽകപ്പെടുന്നത്. ഇങ്ങനെ ക്രിസ്തു അവർക്ക് വേണ്ടി എന്ത് ചെയ്തു? ആ സദ്വർത്തമാനത്തെ അറിയിച്ച ശേഷം നമ്മൾ പ്രതിക്രിയയ്ക്ക് വേണ്ടി അവരെ വിളിക്കുക. ഒരു സുവിശേഷത്തിൻ്റെ വിളി എന്ന് പറയുന്നത് മാനസാന്തരവും വിശ്വാസവും കർത്താവെ സ്വീകരിക്കുന്നതും കർത്താവ് യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് ഏറ്റുപറയുന്നതുമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. അതിനുവേണ്ടി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 17-ാമത്തെ അധ്യായം അതിൽ 30-ാമത്തെ വാക്യം, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഇവിടെ ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നത് എല്ലാവരും മാനസാന്തരപ്പെടണം. എന്താണ് മാനസാന്തരം? നമ്മൾ പാപത്തിലാണ് ജീവിക്കുന്നത്. ആ വഴി വിട്ട്, നാം പാപ വഴിയെ വിട്ടിട്ട് നമ്മൾ ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിയുന്നതാണ് മാനസാന്തരം. പാപത്തിൻ്റെ ആ വഴി, പാപത്തിൻ്റെ ആ മാർഗം, പാപത്തിൻ്റെ ആ ജീവിതം, ആ ഒരു ഡയറക്ഷനെ വിട്ടിട്ട് നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. അതേ സമയത്ത് നമ്മൾ ആ രക്ഷകനായ യേശു ക്രിസ്തുവിന്മേൽ വിശ്വാസം വെക്കണം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കർമ്മങ്ങളല്ല, നമ്മുടെ മാനസാന്തരമല്ല,
ഒന്നുമേ അല്ല. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആ വ്യക്തിയിൽ നമ്മൾ വിശ്വസിക്കണം. യേശു ക്രിസ്തുവിന്റെ ആ യാഗത്തിന്മേൽ നമ്മൾ വിശ്വസിക്കണം. ആ യാഗത്തിന് മൂലം മാത്രമാണ് നമുക്ക് രക്ഷ സൗജന്യമായി ദൈവത്തിന്റെ കൃപയാൽ ദാനമായി ലഭിക്കുന്നത്. അതിനെക്കുറിച്ച് ഈ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിൽ തന്നെ 16-ാമത്തെ അധ്യായം അതിൽ 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കാം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുന്നത് ക്രിസ്തുവിന്മേലുള്ള ആ വിശ്വാസം മൂലമാണ്. നമ്മൾ ആ യാഗത്തിന്മേൽ നമ്മൾ വിശ്വസിക്കുക, അപ്പോൾ നിങ്ങൾ രക്ഷ പ്രാപിക്കും. അത് മാത്രമല്ല, നമ്മൾ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണം. ഏതൊരു വിധത്തിലാണ് നമ്മൾ സ്വീകരിക്കുന്നത്? കർത്താവിനെ നമ്മുടെ രക്ഷകനായി നമ്മൾ സ്വീകരിക്കുന്നു. അവനാണ് നമ്മുടെ രക്ഷകൻ. അവൻ ആണ് നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിച്ചത്, നമ്മുടെ രക്ഷയ്ക്കായി യാഗമായി തീരുന്നത്, മരണം ആസ്വദിച്ചത് മാത്രമല്ല, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത്. എന്നാൽ യേശുവിനെ നമ്മൾ കർത്താവുമായിട്ടും സ്വീകരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആദ്യം കർത്താവിനെ സ്വീകരിക്കണമെന്ന് നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വായിച്ചു മനസ്സിലാക്കുവാൻ കഴിയും. യോഹന്നാൻ 1:12, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളണം, രക്ഷകനായി കൈക്കൊള്ളണം. അതേ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ കർത്താവായി യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളണം. റോമർ 10:9 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ നമ്മൾ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കണം. അവൻ നമുക്ക് വേണ്ടി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കണം. അവനാണ് നമ്മുടെ രക്ഷകൻ, അവനാണ് നമ്മുടെ കർത്താവ്. അവൻ നമ്മുടെ കർത്താവാണെന്ന് വായ്കൊണ്ട് ഏറ്റുപറയണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ രക്ഷയെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. നമ്മുടെ ഫോക്കസ് രക്ഷ ആയിരിക്കണം, മറ്റു കാര്യങ്ങളല്ല. എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മനുഷ്യന്റെ മുൻപിൽ. ഇന്ന് മനുഷ്യന്റെ മുൻപിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് അത് രക്ഷയാണ്. അവന് വേറെ ആവശ്യങ്ങളുണ്ട്, ഭൗതികമായ ശാരീരികമായുള്ള ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ എപ്പോഴും അവന്റെ കണ്ണുകളുടെ മുൻപാകെയാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതല്ല, രക്ഷയാണ്. ഒരു ആത്മീകമായ ഒരു ആവശ്യമാണ്. എന്നാൽ മനുഷ്യൻ അന്ധനാണ്, അവൻ കുരുടനായി ഈ പ്രധാനപ്പെട്ട ആവശ്യത്തെ കാണാൻ സാധിക്കാതെ പോവുകയാണ്. എന്നാൽ സുവിശേഷത്തിന്റെ ഈ വെളിച്ചം ഈ ആവശ്യത്തിന്റെ ആ ബോധ്യം നൽകുകയാണ്. അതിനെക്കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അങ്ങനെ മനുഷ്യൻ നശിച്ചു പോകാതെ എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. അങ്ങനെ എല്ലാ മനുഷ്യരുടെ മുൻപാകെ ഒരു നാശം കിടപ്പുണ്ട്. ആ നാശത്തിൽ നിന്ന് ഒരു വീണ്ടെടുപ്പാണ് ആവശ്യമായിരിക്കുന്നത്. ആ നാശത്തിൽ നിന്ന് ഒരു രക്ഷയാണ് വേണ്ടിയത്. ആ രക്ഷയാണ് ദൈവം നൽകുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതാണ് സുവിശേഷത്തിന്റെ സന്ദേശത്തിൽ കാതലായ വിഷയം. അതിനെ വിട്ടിട്ട് മറ്റ് ആവശ്യങ്ങളെ കുറിച്ച് നമ്മൾ പ്രസംഗിച്ചാൽ അത് വ്യാജമായ ഒരു സന്ദേശമാണ്, വ്യാജമായ ഒരു സുവിശേഷമാണ്. അത് സത്യ സുവിശേഷമല്ല. അതിന് മൂലം യാരും രക്ഷിക്കപ്പെടുവാൻ സാധിക്കുന്നതല്ല, യാരും രക്ഷിക്കപ്പെടുകയില്ല.
വഞ്ചന ഉണ്ടാകും. ആൾക്കാർ ചിന്തിക്കും, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ ക്രിസ്തുവിനെ വിശ്വസിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടു. എന്നാൽ അവർ യഥാർത്ഥത്തിൽ അവർ രക്ഷിക്കപ്പെട്ടില്ല. എന്തിനെന്ന് ചോദിച്ചാൽ അത് സുവിശേഷമേ അല്ല, ആ സന്ദേശം സുവിശേഷമല്ല. അതുകൊണ്ട് നമ്മൾ സത്യസുവിശേഷം, വചനം പ്രകാരം നമ്മൾ സുവിശേഷത്തെ അറിയിക്കാം. അപ്പോൾ വേറെ ആവശ്യങ്ങളുണ്ട്, എന്നാൽ ആ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിലേക്ക് അവർ വന്നാൽ, നമ്മൾ അതിനുവേണ്ടി ആൾക്കാരെ ആകർഷിക്കുവാൻ ശ്രമിച്ചാൽ, ക്രിസ്തുവിലേക്ക് വരിക, നിങ്ങൾക്ക് ഈ ആവശ്യങ്ങൾ നിറവേറപ്പെടും. നിങ്ങൾക്ക് ഒരു ജോലി വേണോ, നിങ്ങൾക്ക് സൗഖ്യം വേണോ, നിങ്ങൾക്ക് ഭൗതികമായ ശാരീരികമായ ലാഭങ്ങൾ വേണോ, അതെല്ലാം ക്രിസ്തു നൽകും. നിങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് തിരിക. അങ്ങനെ പറഞ്ഞാൽ ആൾക്കാർ വന്നാൽ, അവരുടെ കാര്യങ്ങൾ സാധിച്ചാൽ പോലും അത് നല്ലതാണ്. അവർക്ക് ഒരു ജോലി കിട്ടി, ഒരു സൗഖ്യം കിട്ടി, അതെല്ലാം കിട്ടിയാലും അവർക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിച്ചിട്ടില്ല. അത് നമ്മൾ എല്ലാ സമയത്തും ഓർക്കണം. അവർക്ക് രക്ഷ ലഭിച്ചില്ല. അതുകൊണ്ട് നമ്മുടെ ആ ശുശ്രൂഷ ദൈവവചനത്തിന്റെ പ്രകാരമല്ല. അതിനുവേണ്ടി നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ദൈവവചന പ്രകാരം നമ്മൾ ശുശ്രൂഷ ചെയ്യാം. ശുശ്രൂഷ ചെയ്തില്ലെങ്കിലും നമ്മൾ വിശ്വാസി ആകുന്ന ആ നിലയിൽ നമ്മൾ മറ്റുള്ളവരോട് കൂടെ നമ്മൾ സുവിശേഷത്തെ പങ്കിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിയായ സത്യസുവിശേഷം പങ്കിടാം. അതുകൊണ്ട് ഒരു വാക്യം ഞാൻ വായിച്ച് ഞാൻ അവസാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ വചനം നമ്മെ വളരെ സ്പഷ്ടമായിട്ട് അറിയിക്കുന്ന ഒരു കാര്യം ഇതാണ്. നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ വേല, നമ്മുടെ സന്ദേശം ഇതാണ്. 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായത്തിൽ 18-ഉം 19-ഉം അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചുമിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ സന്ദേശം, ആ വചനം എന്താണെന്ന് ചോദിച്ചാൽ നിരപ്പിന്റെ വചനമാണ്. നമുക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ ശുശ്രൂഷ എന്താണെന്ന് ചോദിച്ചാൽ നിരപ്പിന്റെ ശുശ്രൂഷയാണ്. അതുകൊണ്ട് നിരപ്പാണ്, ദൈവത്തോടുള്ള ആ നിരപ്പാണ്, ആ ബന്ധമാണ് മനുഷ്യന് ആവശ്യമായിട്ടുള്ളത്. അതാണ് സുവിശേഷം. അതുകൊണ്ട് ഈ സത്യസുവിശേഷത്തെ നമ്മളിൽ ഏവരെയും പ്രസംഗിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ, സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം മൂലം കർത്താവ് നിങ്ങളിൽ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.